ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, +1 മക്കളെ 10th ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം ഒരു 2-3 മാസമൊക്കെ അടിച്ചു പൊളിച്ചതാ +1 അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞതാ +1 സയൻസ് ബാച്ചിലൊക്കെ എന്നെ ജോയിൻ ചെയ്തിരിക്കുകയാണ് അല്ലെ. ഹാപ്പി ആണെന്നൊക്കെ വിചാരിക്കുന്നത്. നമ്മൾ വിചാരിച്ച സ്കൂളുകളിൽ നമ്മൾ വിചാരിച്ച സബ്ജക്റ്റ് ആയിട്ടുള്ള സയൻസ് കിട്ടിയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മക്കളെ, റാൻസിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിസിക്സിന്റെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഓക്കെ, പലവർക്കും പ്രശ്നം ഉണ്ടാവുക +1 +2 എത്തുന്ന സമയത്ത് 10th മുതലേ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു സാധനമാണ്. സാറേ ഫിസിക്സ് പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഫിസിക്സിന് എന്താ അത്രത്തോളം പ്രശ്നമുള്ള? ഒരു പ്രശ്നവുമില്ല, സംഭവം സിമ്പിൾ ആണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, നിങ്ങൾ അതിന്റെ മാഷാണല്ലോ. ഓക്കെ, അങ്ങനെയല്ല മക്കളെ. മനസ്സിലാക്കി പഠിച്ചാൽ ഇത്രത്തോളം അടിപൊളിയായിട്ട്, ഇത്രത്തോളം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന, എക്സാമിന് ഏറ്റവും അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് വേറെ അല്ല എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റേഴ്സിനെ നമ്മളൊരു 3-4 പാർട്ടാക്കിയിട്ടാണ് പഠിക്കാൻ പോവാണ്. ഓക്കെ, പാർട്ടല്ല കേട്ടോ, പാർട്ട്. ഓക്കെ, അല്ല ഒരു 3-4 പാർട്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് പഠിക്കാം. സെറ്റാണോ? നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, ക്ലാസ് അടിപൊളിയായിട്ട് മനസ്സിലാവണമെങ്കിൽ അതെന്താണ് കൃത്യമായിട്ട് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഏത് ചാപ്റ്റേഴ്സിലെ ഏത് പോർഷൻ ആണ് വേണ്ടത്, അതെങ്ങനെയാണ് വേണ്ടത് എന്നുള്ള മക്കൾ കമന്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് റാൻസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. റെഡി ആണോ മക്കളെ? ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യപാട് സാറ് പറയാം. എന്ത് ചെയ്യണം അറിയോ? +1 റാൻസ് എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കാണണം. നിങ്ങൾ ഇന്നലെ കല്ലു സാറ് ക്ലാസ് കണ്ടിട്ടുണ്ടാവും, കലീൽ സാറ് കെമിസ്ട്രിയുടെ ക്ലാസ് കണ്ടിട്ടുണ്ടാവും, ബോട്ടണി കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ ക്ലാസ്സുകളും റാൻസിന്റെ +1 ഈ ചാനൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ കൂടുതലൊന്നും പറയാതെ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ഫിസിക്സിലെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആൻഡ് സിമ്പിൾ ചാപ്റ്ററിലേക്ക് നമ്മൾ പതിയെ കയറി നോക്കാം. എടാ മക്കളെ, ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഡയമെൻഷൻ ആണ്. ആണോ അല്ലെ? ഡയമെൻഷൻ ആണ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. പല മക്കൾക്കും പ്രയാസവും തലവേദന ഉണ്ടാക്കുന്ന ഒരേ ഒരു സാധനം ഏതാ? ഡയമെൻഷൻ ആണ്. പഠിക്കാം, സിമ്പിളാ. ഡയമെൻഷൻ സിമ്പിൾ ആടാ, ബട്ട് പവർഫുൾ. തെറ്റിക്കഴിഞ്ഞാൽ പോയി പിന്നെ ഒന്നും നോക്കണ്ട, മൂഞ്ചി. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ തീർന്ന്. ഡയമെൻഷൻ അറിയില്ല, അത്രേ ഉള്ളൂ, ഫസ്റ്റ് ചാപ്റ്റർ തീർന്ന്. പക്ഷേ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും ഞങ്ങളോട് പറയാനുള്ള ഒരു കാര്യത്തിലുള്ളൂ, 6 ഡയമെൻഷൻ മക്കൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ, 66 പറഞ്ഞ 6 ഡയമെൻഷൻ മക്കൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിലെ മുഴുവൻ ഡയമെൻഷൻസും കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഇത് റാൻസ് തരുന്ന ഉറപ്പാ, നിഷാൻ സാർ തരുന്ന ഉറപ്പാടാ. എടാ, നിങ്ങൾ ഒരുപാട് ഡയമെൻഷൻസ് നിങ്ങൾ ബുക്ക് കണ്ടണോ? NCERT ബുക്കിൽ ബാക്കിൽ കണ്ടണോ? ഡയമെൻഷൻസ് എങ്ങനെ എഴുതി കൂട്ടിയിട്ട് ഒരു 3-4 പേജാ ഇരുന്ന് പഠിക്കണം. നടക്കോ? ഇപ്പൊ നടക്കും. നമ്മൾ അതിന് നിൽക്കുന്നില്ല. 6 ഡയമെൻഷൻ മക്കൾക്ക് പഠിപ്പിച്ചു തരും. കൃത്യമായിട്ട് മക്കൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ കട്ടക്ക് കൂടെ നിൽക്കുകയാണെങ്കിൽ റാൻസിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തോ, വരും. ശ്രദ്ധിച്ചോ, ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിച്ചിരുന്നോ? ഈ 6 ഡയമെൻഷൻ മക്കൾ പഠിക്കാൻ റെഡിയാണോ നോക്ക്. ഒന്നാമത്തത് വെലോസിറ്റി. മക്കൾ കാണാതെ അങ്ങനെ ഓർത്ത് വെച്ചോ, ഓർഡറിൽ പഠിക്കണോട്ടോ മക്കളെ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT⁻⁻⁻⁻. എങ്ങനെയാടാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇതിന്റെ മുഴുവൻ പ്രോബ്ലംസും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെ ഒരു ഡയമെൻഷൻ കാണാം, അതുപോലെ തന്നെ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ, പിന്നെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. ഇങ്ങനെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വരാം. 3 ഓരോ വീഡിയോ ആയിട്ട് മക്കൾക്ക് ചെയ്തുതരും. മക്കൾ പേടിക്കണ്ട, നിങ്ങൾ ഇതൊന്ന് പഠിക്ക്. ഈ 6 ഡയമെൻഷൻ പഠിച്ചാൽ മതി, സെറ്റ് ആവും. എടാ, ആദ്യം വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? LT⁻⁻⁻. രണ്ടാമത്തത് ആക്സിലറേഷൻ എന്ന് പറയും. വെലോസിറ്റിയുടെ LT⁻⁻⁻, ആക്സിലറേഷൻ LT⁻². മൂന്നാമത്തത് ഫോഴ്സിൻ്റെതാണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? MLT⁻². ഒന്നുകൂടെ പറയേ. ആദ്യം വെലോസിറ്റിയുടെ പറഞ്ഞ കൂടെ എങ്ങനെ പറയും. കേരളക്കര മുഴുവൻ റാൻസിന്റെ ക്ലാസ് കണ്ടിട്ട് കൂടെ എങ്ങനെ പറഞ്ഞ ഡയമെൻഷൻ പറഞ്ഞു നോക്കടാ. എടാ, നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് വെറുതെ അങ്ങനെ ഒരു ഫിലിം കാണുന്ന ആഗവത്തോടെ ഇരിക്കല്ലോ. കൂടെ എങ്ങനെ പറയണേ. മാക്സിമം വോള്യത്തിൽ പറഞ്ഞോ, വീട്ടുകാർക്ക് വിചാരിക്കട്ടെ കുട്ടി പഠിക്കാണെന്നുള്ളത്. എടാ, ഫസ്റ്റത്തെ പറഞ്ഞേ. എടാ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? LT⁻⁻⁻. പറഞ്ഞേ, LT⁻⁻⁻. ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താ? LT⁻⁻². പറഞ്ഞേ, LT⁻⁻². ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? MLT⁻⁻². പറഞ്ഞടാ, MLT⁻⁻². സീനുണ്ടോ? ഇല്ല. അടുത്ത പറയാൻ പോവാണ് എനർജി ഓർ വർക്ക്. 2 കിട്ടി. എനർജിയും വർക്കും രണ്ടിനും ഒരേ ഡയമെൻഷനാണ്. ഒരു സമാധാനം ഉണ്ട് അല്ലേ? എനർജിക്കും വർക്കിനും ഒരേ ഡയമെൻഷൻ എന്താ? ML²T⁻². എടാ, മാറ്റങ്ങൾ നോക്കടാ. ഇവിടെ MLT⁻². ഇവിടെ Lന് സ്ക്വയർ ഇട്ട് കൊടുക്കുക, ML²T⁻². ഓക്കെ, ലാസ്റ്റ് ഇത് പവറാടാ. എടാ, പവർഫുൾ ആയിട്ട് പറഞ്ഞേ. ML²T⁻⁻3.
-3 ml square t raised to -3. എടാ ഒന്നുകൂടെ പറയട്ടെ സാറ്, ഒന്നുകൂടെ പറയാം. ആദ്യം വെലോസിറ്റി പഠിക്കുന്നു. വെലോസിറ്റി LT raised to -1, ആക്സിലറേഷൻ LT raised to -2, ഫോഴ്സ് MLT raised to -2, വർക്ക് ഓർ എനർജി ML square t raised to -2, പവർ ML square t raised to -3. മക്കളെ ഇത് നിങ്ങൾ 2, 4, 5 എണ്ണം, എടാ ശരിക്കും നിങ്ങൾക്ക് ഇവിടെ എത്ര എണ്ണം കിട്ടുന്നുണ്ട്? 6 എണ്ണം കിട്ടുന്നുണ്ട്. മക്കൾ കൃത്യമായിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഇത്രയും പഠിച്ചാൽ മതി. ഇത് പഠിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ റാൻസിന്റെ ഈ +1 എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഉടനടി ഇതിന്റെ ബാക്കി വീഡിയോസുമായിട്ട് സാർ എത്തുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.